ഇപ്പോൾ ജോബിലേക്ക് എത്തിയാൽ അല്ലേ? ജോബിന് സന്തോഷമുള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പൂരത്തിന്റെ വാർത്തയിലേക്കാണ്. ഇന്നിപ്പോ കലോത്സവങ്ങളുടെ വാർത്തയൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നോ ജോബ്? അങ്ങനെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അധികം ഇല്ല. ബട്ട് ഇങ്ങനെ നമുക്ക് എന്നും ആശംസകൾ തരാനുള്ള ഒരു സന്തോഷമുണ്ട്. ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അത്രയ്ക്ക് അധികം സജീവമായിരുന്നില്ല. ലളിതഗാനമൊക്കെ തന്നെയായിരുന്നു പാടിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു മെയിൻ കോമ്പറ്റീഷൻ സ്റ്റേറ്റ് ലെവൽ അങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല. അതോ സ്കൂളിൽ നിന്നൊക്കെ നല്ല കോമ്പറ്റീഷൻ സ്കൂളിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഫോർ എക്സാമ്പിൾ വിധുചേട്ടനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് എന്റെ സീനിയർ. അതെ അതെ ഒത്തിരി. അപ്പോൾ സ്കൂളിൽ തന്നെ ഒരു നല്ല ശരിക്കും ഒരു ഹൈ ലെവൽ കോമ്പറ്റീഷൻ. അതിൽ നിന്ന് പുറത്തു പോയാലേ സ്റ്റേറ്റിലോട്ടോ ഡിസ്ട്രിക്റ്റിലോട്ടൊക്കെ പോകാനൊക്കെ ഉള്ളൂ. പക്ഷേ ജോബ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. വളരെ കൃത്യമായി മറ്റൊരു വഴി വെട്ടിത്തെളിച്ച് അല്ലേ ഇപ്പോ എന്റെ ആഗ്രഹമായിരുന്നു. ഞാൻ സ്വന്തമായി ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തം പാട്ടുകൾ കമ്പോസ് ചെയ്ത് പറ്റുന്നത് എഴുതുന്നത് എന്നെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചേട്ടനുമായിട്ട്. അതെ അതെ, അതാണ് എൻ്റെ ഒരു താല്പര്യം. ഇൻഡിപെൻഡന്റ് സിനിമ ഉറപ്പായിട്ടും നമ്മളൊക്കെ എല്ലാവരും സ്വപ്നം കാണുന്നതാണ് സിനിമയിൽ പാടുന്നതും ഒക്കെ. സൈനിക് സ്കൂളാണ് പഠിച്ചത് അല്ലേ? അല്ല, ഭാരതി വിദ്യാഭവൻ. ഭാരതി വിദ്യാഭവൻ മാത്രമല്ല, പിന്നെ എഞ്ചിനീയറുമാണ്. ക്രൈസ്റ്റ് നഗറിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭാരതി വിദ്യാഭവൻ, പിന്നെ എഞ്ചിനീയറിംഗ് മലനാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പണ്ട് ഇപ്പോൾ ഒരു സിനിമയിലേക്ക് ഗായകരെത്തി ഒരു 2-3 സിനിമയിൽ കഴിഞ്ഞ് പിന്നെ ചാൻസ് കിട്ടിയില്ലെങ്കിൽ അവരങ്ങ് അസ്തമിച്ചു പോവുകയാണ്. പക്ഷേ ഈ കാലത്ത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? സിനിമ ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായി ബാൻഡ് വലിയൊരു പ്ലാറ്റ്ഫോം അല്ലേ നമുക്ക്. സത്യം പറഞ്ഞ ഗോഡ് ഫാദേഴ്സിനെ ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടമാണ്. ആവശ്യമില്ലെന്നല്ല, ഞാനൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് പറഞ്ഞല്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി പേര് വഴിയിലുണ്ടാവും. നിമിത്തം എന്നൊക്കെ പറയുന്ന ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നവർ. എന്നാലും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവാതെ ഇന്ന് നമ്മുടെ ആർട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്നുണ്ട്. ഞാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസരങ്ങളുടെ എണ്ണം കൂടി. അതെ, അവസരങ്ങളുടെ എണ്ണം കൂടി, കുറച്ചുകൂടി ലിബറലായി. അതെ അതെ, ഉറപ്പായിട്ടും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, റീൽസ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ടാലന്റ് എക്സ്പോസ്ഡ് ആണെന്ന്. പക്ഷേ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. ഓവർ എക്സ്പോസ്ഡ് ആണെന്ന് ചോദിച്ചാൽ ഒത്തിരി കണ്ടന്റ് കൂടിയിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. അതെ അതെ. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയില്ല, ഒരാൾ ജെന്യുവനായിട്ടൊരു കാര്യം ആർട്ടിലേക്ക് ഇറങ്ങണം തീരുമാനിച്ചാൽ നല്ല എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാതിലുകൾ തുറന്നു വരാനുള്ള ഒരു സാഹചര്യം ഇന്നുണ്ടെന്ന് സെൽഫ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഞാൻ വായിച്ചിരുന്നത് നേരത്തെ ഉള്ളൊരു സംഭവമാണ്. ഈ ജെറി അമൽദേവിൻ്റെ ഒരു ഇന്റർവ്യൂ. ജെറി അമൽദേവ് വളരെ ഹിറ്റായിട്ടുള്ള ഇപ്പോൾ 1000 കണ്ണുമായി എന്നുള്ള നോക്കതാ ദൂരത്ത് കണ്ണത്തിലേക്ക് പാട്ടൊക്കെ വലിയ ഹിറ്റല്ലേ, മഞ്ഞിലൊഴിഞ്ഞ പൂക്കളുടെ പാട്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ജെറി അമൽദേവ് ഇൻഡസ്ട്രിയിൽ നിന്ന് പോവുകയാണ്. ഒറ്റ കാര്യമാണ്, അത് യേശുദാസുമായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസമാണ്. അപ്പോൾ യേശുദാസ് വിചാരിച്ചപ്പോഴത്തേക്കും ഒരാളെ അങ്ങനെയാണ് അന്നത്തെ ഒരു അലിഗേഷനെ. അപ്പം ഇന്ന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇന്നിപ്പം സംഭവമില്ല. ഇപ്പൊ ജോബിൻ്റെതായ ഒരു മ്യൂസിക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിന് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്കും ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഈ പറയുന്ന ഇത്രയും പ്ലാറ്റ്ഫോം. ഉറപ്പായിട്ടും ആ ഒരു വ്യത്യാസം അത് നിങ്ങൾക്കൊരു ഭയങ്കര സ്ട്രെങ്ത് തരും അല്ലേ? ശരിയാണ്. എന്നിരുന്നാലും കറക്റ്റ് സമയത്ത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ആൾക്കാർ നമ്മളെ ഓരോ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നല്ല പാട്ടുകളുണ്ട്. ഇപ്പൊ സിനിമയിൽ പാടിയെന്ന് പറഞ്ഞാലും കാര്യമില്ല. ഇപ്പൊ 100 പാട്ട് പാടിയെന്ന് പറഞ്ഞില്ല, പക്ഷെ അതിൻ്റെ അത് നല്ല പാട്ടുകൾ നമ്മളിലേക്ക് എത്തുന്ന അതൊക്കെ നമ്മൾ പറയുന്ന ഒരു ദൈവാനുഗ്രഹം, അതൊക്കെ പറയുന്ന ഒരു സാധനം. 17 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഇപ്പോഴും ക്ലാസിക് എന്ന ജോബ് തന്നെ സ്വന്തം വർക്ക് എന്റെ ക്ലാസിക്കാണ് ഞാൻ. അല്ല, ജോബ് തന്നെ മനസ്സിൽ. പക്ഷെ നല്ല പാട്ടുകളുടെ ഭാഗമായിട്ടുണ്ട്. അത് ആ കമ്പോസേഴ്സിനാ ക്രെഡിറ്റ്. ഐ ഓൾവേസ് ഗീവ് ദ കമ്പോസേഴ്സ്. അതെ, ആ കമ്പോസർ ക്രിയേറ്റ് അദ്ദേഹത്തിന്റെ വിഷൻ അല്ലെങ്കിൽ അവരുടെ വിഷനാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ സ്ട്രോങ് ബിലീഫ് അത് തന്നെയാണ്. സിംഗേഴ്സ് ജസ്റ്റ് ദെയർ ഇൻസ്ട്രുമെന്റ്സ് ടു ഡെലിവർ. ഭാവത്തിലാണ് ഏറ്റവും പുതിയത്. ഭാവം എന്ന് പറയുന്നത് എന്റെ പാട്ടാണ്, ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണ്. അല്ല, ജോബിന്റെ ഈ ആരാന്നേ എന്നുള്ള പാട്ടാണ്. അതാണ് ആദ്യമായിട്ട് എനിക്കൊരു എന്താ പറയുക, നമ്മുടെ ശബ്ദം ഇതാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. കുറച്ചു നേരമായിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അതിനിടെ കൂടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കവിലുറഞ്ഞാടാൻ, ഓനാന്ന് ഏതു പിടിക്കണതോനാന്ന്, നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ, മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന്, പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്.
അങ്ങനെ വാ, വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു രാവിലെ ജോബിന്റെ രാവിലെ വാർത്താ കൂടെ മുറി തുറക്കാൻ കിട്ടിയപ്പോഴേ വരും. രാവിലെ സംഗതികളൊക്കെ ഒന്ന് ശരിയായി വരാൻ. പോവാം എന്നാണ് കരുതുന്നത്. ജോബ് എനിക്കൊന്നു ഈ ഞങ്ങളുടെ മൊണ്ടാഷ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു മൊണ്ടാഷ് ഉണ്ട്. ആ മൊണ്ടാഷിന്റെ തലക്കെട്ട് എനിക്കൊന്ന് ജോബിന് വായിക്കാൻ തോന്നുന്നു. ജോബിന് കാണാമല്ലോ അല്ലേ അയ്യോ. കൗണ്ടറിൽ. ഈ ചെറുത് നോക്കിയാൽ മതി. ചെറുത് ഈ ക്യാമറ നോക്കിയാൽ ആ, ശരി. കലാരൂപത്തിൽ ഇഞ്ചോടിഞ്ച് കലാരൂപമല്ല, കലാപൂരം. കലാപൂരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ദൈവം ഇത് വലിയ പണിയാണല്ലോ. ഇപ്പൊ മനസ്സിലായല്ലോ. അത്ര ചെറിയ പണിയല്ല എന്ന് ചെറിയ മനസ്സിലായല്ലോ. പണിയല്ല. ഇതില് കുറച്ച് ഭാവമൊക്കെ ഇടണം. നമ്മൾ സംഗതികൾ കൊണ്ടിരുന്ന പോലെ വാർത്തയുടെ സംഗതികൾ. കലാപൂരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. വരട്ടെ. Correct, correct, correct.